ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് പറയുന്ന പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവരും വലച്ച ദിവസമായിരുന്നു അല്ലേ? എല്ലാവരും വലച്ച ദിവസമായിരുന്നു. കാരണം എന്താ, മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. മാർക്കറ്റ് ഒരു പരിധി വിട്ട് എങ്ങോട്ടും പോയില്ല. രാവിലെ മാർക്കറ്റ് ഏകദേശം 25,160 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിലും അവിടുന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്ന് നേരെ താഴോട്ട് വരുമായിരുന്നു ഇല്ലേ? ഏകദേശം ഈ 160 നിന്ന് മാർക്കറ്റ് ഏകദേശം 25,070 ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു ജമ്പ് മാർക്കറ്റ് ആദ്യത്തെ 15-20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് നടത്തി അല്ലേ? അതിനുശേഷം മാർക്കറ്റ് അവിടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ തിരിച്ച് വീണ്ടും റീബൗണ്ട് ചെയ്തു. അപ്പം ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു മാർക്കറ്റ് നല്ലപോലെ താഴോട്ട് വരും. അതിന് ഒരു കൺഫർമേഷനായിട്ട് ഈ ഒരു വലിയ റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു മാർക്കറ്റ് നല്ലപോലെ ഫോൾ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തു. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു. ന്യായം പാലിക്കേണ്ട ആൾ കാണുന്നുണ്ടെങ്കിൽ ഒരു 10 പോയിൻ്റ് കിട്ടാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് തർക്കിക്കുന്നില്ല. ഞാൻ അതിന് എന്താ പറയുന്നത്, എല്ലാവർക്കും ഒന്നും അത് പറ്റണമെന്നും ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇവിടെ വന്നൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലും ഈ ഒരു ഗ്രീൻ റിജക്ഷൻ ക്യാൻഡിലും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിന് പോസിബിൾ ഉണ്ട്. പക്ഷേ അവർ ബിഗിനറിന് എന്തായാലും ഒരു ട്രേഡ് ഇല്ല. ഒരു ബിഗിനർ സത്യം പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിലെ ബിഗിനേഴ്സിന് ട്രേഡേ ഇല്ല. ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാനില്ല. കൃത്യമായിട്ടുള്ള പ്രൈസ് ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എക്സ്പീരിയൻസ്ഡ് ട്രേഡറിനോ സ്കാൽപ്പേഴ്സിനോ ചാടി പെട്ടെന്ന് 10 പോയിൻ്റ് എടുത്ത് മാറുക എന്നുള്ളതല്ലാതെ ഒരു ബിഗിനേഴ്സിന് ഒരു ട്രേഡ് ഇന്നത്തെ ദിവസം ഇല്ല. അവർ മാറി നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ബിഗിനേഴ്സ് മാക്സിമം നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കൃത്യമായ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ബിഗിനേഴ്സ് നിങ്ങൾ ട്രേഡിന് ഇറങ്ങാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക. അതും കൃത്യമായ സ്റ്റാർട്ട്. കാരണം നമ്മൾ പലപ്പോഴും ഓരോ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാലും അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവവിശേഷമായിരുന്നു ഇന്നത്തെ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ചില ദിവസങ്ങളിൽ മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന മാർക്കറ്റിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന ഒരു സംഭവവികാസം വരുവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷേ ഇന്ന് ധാരാളം പേര് ഞാൻ പോൾ ഇടാത്തതുകൊണ്ട് ധാരാളം പേര് എനിക്ക് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഞാൻ സത്യം പറഞ്ഞാൽ റിയലി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഈ മാർക്കറ്റിലും നിങ്ങൾ ആ പ്രോഫിറ്റ് കിട്ടിയത് എങ്ങനെയാണ്? ന്യായം പാലിച്ചുകൊണ്ട് തന്നെയാണ്. ന്യായം പാലിക്കാത്തവർക്ക് ഒരിക്കലും ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ന്യായം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ച് ഈ മാർക്കറ്റിലും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിയലി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നല്ല ഒരു റൈറ്റ് ട്രാക്കിലാണ്. ന്യായം എന്ന റൈറ്റ് ട്രാക്കിലാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ പിന്തുടരുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. മാർക്കറ്റ് ചിലപ്പം പൊട്ടും 100, 200, 250 ഒക്കെ പൊട്ടുമായിരിക്കും. പക്ഷേ എനിക്കുള്ളത് മതി എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. അപ്പം മാർക്കറ്റ് വന്നു, ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം കുറച്ച് നേരം മേലോട്ട് പോയി, പിന്നെ ഇങ്ങനെ ആടിക്കളിച്ച് ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ് ഇല്ലേ? ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ് വന്നത്. ഇനിയും നമ്മൾ ഫർദറായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് പ്രൈസ് ആക്ഷൻസ് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ ലെവലുകൾ ഒന്നും വരയ്ക്കാനില്ല. ലെവലുകളെല്ലാം ഇതൊക്കെ തന്നെ. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. വീക്കിലി അനാലിസിസ് കണ്ടവർക്ക് അറിയാൻ കാര്യം. ഞാനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമുക്ക് ഇതിനെ ഡേ ക്യാൻഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഈ ഡേ ക്യാൻഡിലോട്ട് മാറ്റി നോക്കി ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? നോക്കിക്കേ, ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോമായി ഇല്ലേ? നമ്മൾ ഈ ഒരു ലൈൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ലൈൻ ക്രിട്ടിക്കൽ ലൈനാണെന്ന് ഞാൻ പറഞ്ഞത്. 25,114 ലൈന് വെരി ക്രിട്ടിക്കൽ ലൈനാണ്. ഈ ക്യാൻഡിൽ ഈ ലൈനിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഇന്നലെ വീക്കിലി അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത്? ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിലും ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ലൈൻ്റെ താഴെയാണ് ഇല്ലേ? 25,114 എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ ലൈൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവസാന നിമിഷം ചെറിയൊരു റിജക്ഷൻ വന്നിട്ട്, ചെറിയ ഒരു റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ചെറിയൊരു റിജക്ഷൻ, ഒരു 30%, ഒരു 25% റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു അപ് ട്രെൻഡിനെ ഒരു കൺഫേം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. കാരണം ആസ് പെർ നമ്മൾ പഠിച്ച നമ്മളുടെ അനാലിസിസ് പ്രകാരം ഒരു ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ, 25,114 മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഫർദർ മൂവ് നമുക്ക് മുകളോട്ട് ഉണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വരെ റാലി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് തിരിച്ചൊരു റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ട്. മേ ബി ഈ ഒരു ക്യാൻഡിലിനെ ഒരു കൺസോളിഡേഷൻ ആയിട്ട് നമുക്ക് കരുതാം, അല്ലെങ്കിൽ
അടുത്തൊരു ഫർദർ മൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിട്ട് വേണം നമുക്ക് കണക്ക് എങ്ങനെ വേണം നമുക്ക് കണക്ക് കൂട്ടാം. എന്തായാലും ഈ ഒരു ഡേ ക്യാൻഡിൽ ഈ ലൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ അപ്പ് മൂവ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം FIAസും DAസും ബൈ സൈഡിലായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഒരു ബൈ മൊമെൻ്റ് നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ മൊമെൻറ്റം, നമ്മുടെ മെൻറ്റാലിറ്റി, നമ്മളുടെ മനസ്സെന്താണെന്ന് നല്ലപോലെ അറിയാവുന്ന ടീമുകളാണ് FIAസും DAസും. അപ്പം അവരതനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കും. അപ്പം നമ്മൾ അതിനകത്തിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാം, എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെപ്പറ്റി ആയിരിക്കണം നമ്മുടെ ചിന്ത. അപ്പം ഞാൻ വീക്കിലി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് വന്നില്ല, ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴും ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എപ്പോഴൊക്കെ ഒരു ഗ്രീൻ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞത് വീക്കിലി ഏർണിങ്സ് കാണാത്തവർ വന്ന് കണ്ടു നോക്കുക. എപ്പോഴൊക്കെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം, വലിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ അതിന് അടുത്ത ദിവസങ്ങളിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളെ പ്രീവിയസ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നാളെയും കൂടി ഒരു റെഡ് ക്യാൻഡിൽ വീണാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കണമെന്നില്ലേ, ഞാൻ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നാളെ വരാൻ പോകുന്ന പൂരം കാണാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതേ, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ പേരിൽ ധാരാളം ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പേരിൽ ആ പേരും എംബ്ലവും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ വീഡിയോ വരെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഒരു 3-4 മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും തലവെക്കല്ലേ. നമുക്കൊരു മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു പേജ് ഉണ്ട്, അതിനകത്ത് ഏകദേശം 1500 ഫോളോവേഴ്സുകളും ഉണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഇത് വരുമ്പോൾ അതിനകത്തിൽ എത്ര തിരിച്ചറിയാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നോക്കണം. ഏകദേശം 1500 ഫോളോവേഴ്സോളം നമുക്ക് നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പേജിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വരുമ്പോൾ അത് നോക്കിയാൽ മതി, അത് അത്ര ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അത് നേരെ നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് മാക്സിമം നിങ്ങൾ റിപ്പോർട്ട് അടിച്ചത് പൂട്ടിക്കാൻ ശ്രമിക്കുക. കാരണം ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ആരോ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, നമുക്കിപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. മാക്സിമം ഇങ്ങനെയുള്ള സാധനം വരുമ്പം പ്രൊഫൈൽ അതിന് റിപ്പോർട്ട് അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ധാരാളം പേർക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പുതിയ ഗ്രൂപ്പ് തുടങ്ങി, പുതിയ സ്റ്റോക്കിൻ്റെ സജഷൻ തുടങ്ങി, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജുകളും മെസ്സഞ്ചറിനകത്തിൽ പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനം വരുമ്പോൾ പ്രൊഫൈലിനകത്ത് കയറി നിങ്ങളത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദയവ് ചെയ്ത് ആരും അതിനകത്ത് പെട്ടുപോകല. ഇപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ 10-15 ഫ്രണ്ട്സ് അതിനകത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ എംബ്ലം കാണുമ്പോൾ ചാടിക്കയറി എൻ്റെ മണ്ടയ്ക്ക് വീണ് ക്ലിക്ക് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമുക്ക് ആ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പേജും വേണമെങ്കിൽ നമുക്ക് അങ്ങ് ഉപേക്ഷിച്ചേക്കാം. നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, നമ്മളവിടെ വലിയ ആക്ടിവിറ്റി നടത്തുന്നില്ല. അപ്പോൾ അത് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ യൂട്യൂബ് മാത്രം മതിയെന്നേ, വേറെ ഒന്നും വേണ്ട. അറിയേണ്ടവർ അറിഞ്ഞാൽ മതി. നമുക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വലിയൊരു ബിസിനസ്സായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ബിസിനസ് സെറ്റപ്പ് ആക്കി മാറ്റണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവർക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എൻ്റെ ശുദ്ധമായ ശൈലിയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളിലോട്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എൻ്റെ വിശ്വാസം ഒരു 75 മുതൽ 80% വരെ ആൾക്കാരും അതിനകത്ത് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൺവിൻസ്ഡ് ആണെന്നുള്ളതാണ്. പിന്നെ ചുരുക്കം ആൾക്കാർ, ചുരുക്കം ആൾക്കാർ എൻ്റെ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോക്കസ് എപ്പോഴും ബിഗിനേഴ്സ് മാത്രമാണ്. ഓക്കെ, എൻ്റെ ഫോക്കസ് എപ്പോഴും ബിഗിനേഴ്സാണ്. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിനെയോ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ കുറേ നാളിരുന്ന് പരിചയിച്ച് പല തടവുകളും പഠിച്ചവരൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരാരും അല്ല എൻ്റെ പിന്നെ മുന്നിലുള്ള ആൾക്കാർ. എൻ്റെ മുന്നിലുള്ള ആൾക്കാർ ഓൺലി ബിഗിനേഴ്സാണ്. ഓക്കെ, ഇതിൽ പരാജയപ്പെട്ടു പോയവർ, ഓക്കെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പണം യാതൊരുവിധ അറിവുകളും ഇല്ലാതെ എന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ ചുമ്മാ അത് കോളും പൊട്ടും എടുത്ത് പൈസ കളഞ്ഞവർ, അങ്ങനെയുള്ളവർ മാത്രമാണ് എൻ്റെ മുന്നിലുള്ള എൻ്റെ എയിം അവരെയാണ്. മനസ്സിലായി? അവരെ പഠിപ്പിക്കുക, അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ലാതെ വേറെ എൻ്റെ ഒരു സ്ട്രാറ്റജിയോ എൻ്റെ ഒരു ഇൻഡിക്കേറ്ററോ എൻ്റെ ഒരു പ്രത്യേക ടൂളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ആകെ കൈമുതലായിട്ടുള്ളത് ഈ ഒരു ചാർട്ട് മാത്രമാണ്. ഓക്കെ, ആസ് പെർ ഈ ചാർട്ടിന് അതിലെന്ത് നടക്കുന്നു അത് നോക്കി എനിക്ക് പറ്റാവുന്ന രീതിയിൽ, കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എൻ്റെ കയ്യിൽ ആരും എൻ്റെ അടുക്കൽ, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആരും ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പ്രത്യേകം ടൂൾസോ പ്രത്യേക ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ പ്രത്യേക സ്ട്രാറ്റജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട.
ഓക്കെ, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. അങ്ങനെയുള്ളവരാരും ദൈവത്തെ ഓർത്ത് നിങ്ങൾ വേറെ എവിടെ തേടി പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കടന്നു വന്ന വഴി എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആ വഴിയിൽ ഉണ്ടായ കല്ലും മുള്ളുകളും എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ആ വഴി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒന്നും ശരിയാവണമെന്നില്ല. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ ബേസിൽ നോക്കുമ്പോൾ നമുക്കൊരു ബെയറിഷ് ആൻഡ് ക്യാൻഡിലാണ് ഫോം അയക്കുന്നത്. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക്. അപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ തമ്പനേടി പറഞ്ഞ പോലെ ആധിപത്യം ആര് സ്ഥാപിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിനിയും 25,100 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 25,000 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,114. ഞാൻ 25,150 വന്നപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. 25,100 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ കൃത്യമായിട്ട് ഇട്ടിരുന്നു. 25,100 കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 25,100 നല്ല കോൾ റേറ്റിംഗ് കൂടുതലുണ്ട്. അപ്പോൾ അതായത് അവിടെ ഒരു കറക്റ്റ് ഒരു നല്ല റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വല്ല ഗ്യാപ്പ് അപ്പിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാറ്റം വരും. അല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നമുക്ക് 5 മിനിറ്റ്സിൽ പോവാം. ഡേ ക്യാൻഡിൽ പറഞ്ഞൊരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ നാളെ മാർക്കറ്റ് ഇതിനകത്താണ് മാർക്കറ്റ് ക്ലോസ് 25,103 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ആ 25,100 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അത് നമ്മുടെ ആസ് പെർ നമ്മുടെ OA വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റെസിസ്റ്റൻസ് 25,100 അപ്പം ഇനിയിപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യം വെച്ചാൽ മാർക്കറ്റ് ഇതിന് താഴെ പോയാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നും വരയ്ക്കുന്നില്ല, വേറെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വരും, താഴോട്ട് ഫർദർ വരും, 25,30 വരെ വരും. 25,000 താഴെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ ഫോൾ കാണാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അഥവാ മാർക്കറ്റ് അല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹൈ 25,143 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകണം. അങ്ങനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ മൂവ് നമുക്ക് കാണാനുണ്ട്. അന്നേരം നമുക്ക് ആ വഴിയെ നമുക്ക് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റെസൾട്ട്സ് കൂടെ നമുക്കിവിടെ വരയ്ക്കാം. ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഞാൻ മുന്നേ കൂട്ടിയൊന്നും നോക്കി വെച്ചിട്ടില്ല, എങ്കിലും നമുക്കവിടെ ഒരു റെസൾട്ട്സ് വരയ്ക്കാനുള്ള വകുപ്പുണ്ടെന്ന് നോക്കട്ടെ. അവിടെ കാണാം. ഈ ഒരു ലൈൻ ഇത് 25,229, പിന്നുള്ളത് ഒരെണ്ണം കൂടെ വേണം വരയ്ക്കാം. 25,332. ഈ രണ്ടെണ്ണം മതിയേ, വേറെ കൂടുതലൊന്നും വേണ്ട. ഞാൻ എങ്ങനെ ഈ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അതിശയം തോന്നിക്കാണും. നമ്മൾ ഈ വരയെപ്പറ്റി ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വരയെപ്പറ്റി ഒരു ക്ലാസ്, പക്ഷേ അത് ഓൺലൈൻ ക്ലാസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ഓഫ്ലൈൻ ക്ലാസ് വരയെപ്പറ്റി, ഞാനും എൻ്റെ വരകളും, വരകൾ, കാരണം ധാരാളം പേര് പറഞ്ഞു സാർ വരയ്ക്കാൻ പഠിക്കണം, ഇതെങ്ങനെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം, ആരും ഒരു നിർബന്ധമില്ല പങ്കെടുക്കണമെന്ന്. നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കണം, എങ്ങനെ വരയ്ക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി ഒരു സംഭവം സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ വരച്ചു. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ പോയാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 25,143 ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫർദർ നോക്കി 25,229 വേണം. നമുക്ക് 25,230 ആക്കാം, റൗണ്ട് ഫിഗർ ആക്കാം. 25,230. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,332. ഓക്കെ, പിന്നെ മേളിൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, അതങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് ടാർഗറ്റ് 25,030, അതിന് ശേഷം വരുവാണെങ്കിൽ 24,962. പിന്നെ ബാക്കി നമുക്ക് ശേഷം കാഴ്ചയിൽ. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ കൺസോളിഡേഷൻ സ്റ്റേജ് ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലെ ഹൈ സപ്പോർട്ടായിട്ട് അല്ലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇട്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രേഡ് വേണമെങ്കിൽ ഇവിടെ എടുക്കാമായിരുന്നു കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഈ ലോയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതിന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 57,000 കടക്കണം. 57,000 കടന്നെങ്കിൽ മാത്രമേ, സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ള റാലി ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, അത് ഓർത്ത് വെച്ചിരുന്നത് ഞാൻ പറയണം.
നിങ്ങൾ നിഫ്റ്റിക്കാർ പോയി കാണുമായിരിക്കും ഇപ്പം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സ്റ്റോക്കുകളാണ് HDFC ICICI. കാരണം ഇന്ന് HDFCയും ICICIയും ഒരു സപ്പോർട്ട് ലൈൻ അടുത്ത് നിൽക്കുകയാണ്. ICICI ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. ഇത് HDFC ആണ്. HDFCയുടെ ഒരു സപ്പോർട്ട് ലൈനാണ് ഈ പറഞ്ഞ 1975. ഓക്കെ, ഈ 1975 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ HDFCയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം HDFC ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഏതൊരു നെഗറ്റീവ് ന്യൂസും ഈ സ്റ്റോക്കിനെ നല്ലപോലെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് അത് അങ്ങനെ HDFC ബാധിക്കുകയാണെങ്കിൽ രണ്ടിലും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. ആർക്ക്? നിഫ്റ്റിയിലും പിന്നെ ബാങ്ക് നിഫ്റ്റിയിലും നല്ലപോലെ തന്നെ അത് ബാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസുകളൊന്നും ഇതിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഒരു ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ HDFC ഫോൾ ആകും. അങ്ങനെ ഫോൾ ആയാൽ ഒരു സിവിയർ ഫോൾ നമ്മൾ രണ്ട് ഇൻഡെക്സിൽ നമ്മൾ കാണേണ്ടി വരും. അതുപോലെ തന്നെയാണ് ICICI നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് 1436. ഈ പറഞ്ഞ ഈ സംഭവം ഓൾ ടൈം ഹൈ ആണ്. അപ്പം ഇവിടുന്ന് ഈ മൊമെൻറ്റം, ഈ താഴോട്ടുള്ള ഡൗൺ ട്രെൻഡ് മൊമെൻറ്റം നിലനിർത്തുകയാണ്. കാരണം ഫ്രോഡ് ആക്ടിവിറ്റിയാണ്, അത് ഒരിക്കലും മാർക്കറ്റ് അംഗീകരിക്കത്തില്ല. അപ്പം അങ്ങനെ ഫ്രോഡ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് അതിനെ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ ഫോളിനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇത് ഓൾ ടൈം ഹൈ നിൽക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതും ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, HDFC ICICIയും നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളാണ് രണ്ടിലും. പ്രത്യേകിച്ച് ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെയാണ് നിഫ്റ്റിയിലും ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണ്. ഓക്കെ, ഇത് രണ്ടും അപ്പം ICICI നാളെ ബ്രേക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ 1424 ബ്രേക്ക് ചെയ്താൽ 1424 ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. 1424 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫർദർ ഫോളിൻ്റെ ഉള്ള സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വോളിയൊക്കെ നോക്കിയാൽ മനസ്സിലായി നല്ല സെല്ലിംഗ് പ്രഷറാണ്. ഇവിടെ എല്ലാം നല്ല സെല്ലിംഗ് പ്രഷറാണ്. അതുകൊണ്ട് ICICI നാളെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ റിലയൻസും ഒരു മട്ടിലാണ് റിലയൻസും പോകുന്നത്. കണ്ടോ, റിലയൻസും രാവിലെ ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലൊക്കെയാണ് ഓപ്പൺ ചെയ്തെങ്കിലും മാർക്കറ്റ് നേരെ താഴോട്ടാണ് വന്നത്. അപ്പം ഇവിടെയും അത്ര സ്ട്രോങ് അല്ല റിലയൻസും. അപ്പം ഇതെല്ലാം കൂടെ പണി തന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിങ് നേരെ താഴോട്ട് പോകും. ഇപ്പം US മാർക്കറ്റ് നോക്കിയാലും US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും നെഗറ്റീവിലാണ്. അതാ നോക്കിക്കുക, 121 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ നാസ്ഡാക്ക് പോസിറ്റീവിലാണ്, പക്ഷേ ഡൗ ജോൺസ് നെഗറ്റീവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവിലാണ്, ക്ലോസിങ്ങിനേക്കാളും നെഗറ്റീവിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ പോലെ 25-200 ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി അണ്ണൻ ഓൾ ടൈം ഹൈക്ക് അടുത്തെത്തി. അവിടെ ഒരു ബോക്സ് പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ബോക്സ് പാറ്റേൺ ബ്രേക്ക് ചെയ്താണ് ഇപ്പം മേലോട്ടൊന്ന് പോകാൻ ശ്രമിച്ചെങ്കിലും സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ തിരിച്ചു വന്ന് നമ്മുടെ ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നാളെ ഈ ബോക്സിനകത്ത് കയറിയാൽ ഒന്നുകിൽ ഇതിനകത്ത് ഇത് ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ മൂവ് താഴോട്ട് നമുക്ക് കാണാം. അപ്പോൾ അതും സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ എത്താറായി. 13,416 ഓൾ ടൈം ഹൈ. ഓൾമോസ്റ്റ് 100 പോയിൻ്റ് അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ, നേരെ തിരിച്ച് താഴോട്ട് വരുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരോടും, നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആകെയും പോകെ ആശ്രയമായിട്ടുള്ളത് ഈ ചാർട്ട് മാത്രമാണ്. ഈ ചാർട്ടിനകത്തിൽ എന്ത് കാണുന്നോ അതാണ് നമ്മൾ പറഞ്ഞതിൽ ജോലിസിൽ പറഞ്ഞ പോലെ കവടിയിൽ എന്താണ് കാണുന്നത് അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കവടി ഈ സാധനമാണ്, ഈ പറയുന്ന നമ്മുടെ ചാർട്ടാണ് നമ്മുടെ കവടി. അത് വെച്ചാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ ഒരൊറ്റ ചാർട്ടിൻ്റെ ബേസിലാണ്. ഓക്കെ, വേറെ ഒന്നും എൻ്റെ കയ്യിൽ കൈമുതലായിട്ടില്ല. ഓക്കെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, എനിക്ക് അത്ര വലിയ മഹാത്മ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് ഈ ഒറ്റ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഈ ചാർട്ട് മാത്രമേ ഉള്ളൂ. ഈ ചാർട്ട് എന്ത് കാണുന്നോ അത് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും സഹകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫേക്ക് ID കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാൻ ശ്രമിക്കുക. ഒന്നിച്ച് റിപ്പോർട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് പൂട്ടും. ആൾക്കാർ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഒന്നിച്ച് പടപടാന്ന് റിപ്പോർട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫേസ്ബുക്ക് നോട്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.